വിവിധ വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പുനലൂർ നഗരസഭയിൽ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലതയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. നമ്മുടെ നഗരത്തിൻ്റെ പ്രധാന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ മീറ്റിംഗ് ചേർന്നിരിക്കുന്നത്. നമുക്ക് 3-ാം തീയതി സ്കൂൾ റീഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം നിരത്തിലിറങ്ങുമ്പോഴുള്ള യാത്രാക്ലേശവും തിരക്കും പരിഗണിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാല സമയമാണ്. ഈ സമയത്ത് നമുക്ക് കണ്ടേജിയസ് ഡിസീസ് പടർന്ന് പകരുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ നമുക്ക് ട്രാഫിക്കിൻ്റെ ഒരു നിയന്ത്രണം വലിയ തോതിൽ ആവശ്യമാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഈ വഴി തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ യാത്രാ ദുരിതമൊക്കെ പരിഹരിക്കുന്നതിന് നമ്മുടെ ട്രാഫിക്കിൻ്റെ വലിയ ഒരു ആവശ്യകത ഉണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കണം നമ്മുടെ ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്നത്. വാഹന ഗതാഗതവുമായി ബന്ധപ്പെട്ടും ബസ്സുകളുടെയും മറ്റു വാഹനങ്ങളുടെയും സ്റ്റോപ്പുമായി ബന്ധപ്പെട്ടും പാർക്കിങ്ങും വിവിധ സ്റ്റാൻഡുകളുടെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടും വിവിധ തീരുമാനങ്ങൾ യോഗത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. പുനലൂരിൽ നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഉഷസ് ബിൽഡിങ്ങിന് മുൻവശത്തും വൺ വേ തിരിഞ്ഞ സാഗർ കോംപ്ലക്സിന് മുന്നിലും മാത്രമേ നിർത്തുവാൻ പാടുള്ളൂ. കൊല്ലത്ത് നിന്നും പുനലൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ മാർക്കറ്റ് ജംഗ്ഷനിലും അതിനുശേഷം കണ്ണൻ ആർക്കേഡിന് മുൻഭാഗത്തും മാത്രമേ നിർത്തുവാൻ പാടുള്ളൂ. പുനലൂരിൽ നിന്നും അഞ്ചൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ KSRTC ജംഗ്ഷനിൽ നിർത്തുന്നത് ഒഴിവാക്കണമെന്നും വെട്ടിപ്പുഴ പാലം കടന്ന RPA ജംഗ്ഷനിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും മാത്രമേ അനുമതിയും നൽകിയിട്ടുള്ളൂ. TB ജംഗ്ഷനിൽ നിന്നും പത്തനാപുരം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഡിവൈഡർ വളവിൽ നിർത്താതെ സമീപത്തെ യൂണിയൻ ബാങ്കിന് എതിർവശത്താണ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. തെന്മല ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ തായലക്ഷ്മി തിയേറ്ററിന് മുൻഭാഗത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് മാത്രമേ യാത്രക്കാരെ കയറ്റിയിറക്കുവാൻ പാടുള്ളൂ. നമുക്കറിയാം, രാവിലെ ഒരു 8 മണി കഴിയുമ്പോൾ നഗരത്തിൽ വല്ലാത്ത തിരക്കാണ്. പലപ്പോഴും വാഹനങ്ങൾ TB ജംഗ്ഷനിൽ നിന്ന് മാർക്കറ്റ് കടന്നു പോകണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്ന അവസ്ഥ നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ പരിധിക്കുള്ളിൽ ശ്വാസം മുട്ടും. ആശുപത്രി മുതൽ നഗരസഭാ സമുച്ചയം വരെയുള്ള പഴയ കച്ചേരി റോഡിൽ ആശുപത്രി കഴിഞ്ഞുള്ള ഇടതുവശത്തു മാത്രമേ പാർക്കിംഗ് അനുവദിക്കൂ. വലതുവശത്തെ പാർക്കിംഗ് അനുവദനീയമല്ല. ഓട്ടോ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാതെ കറങ്ങി ഓടുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമായി. നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ സ്കൂളുകളിലേക്കും വരുന്ന വാഹനങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ പാർക്ക് ചെയ്യേണ്ടതാണ്. ചൗക്കാർ റോഡിൽ വലതുവശത്ത് ജീപ്പ്, പിക്കപ്പ് എന്നിവയ്ക്കായി പ്രത്യേകം പാർക്കിംഗ് നൽകിയിട്ടുണ്ടെന്നും ഇത്തരം പാർക്കിംഗ് ഏരിയകളിൽ മറ്റൊരു വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ പാടില്ലെന്നും യോഗത്തിൽ നിർദ്ദേശമുണ്ട്. കൊല്ലത്ത് നിന്നും പുനലൂരിലേക്ക് വരുന്ന ദേശീയപാതയിലും വൺ വേയിലും ഇടതുവശത്തെ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടികളുമായി എത്തുന്ന വാഹനങ്ങൾ സർക്കാരിൻ്റെ മാർഗരേഖയും മാനദണ്ഡങ്ങളും പൂർണ്ണമായും പാലിക്കണമെന്നും ഇല്ലാത്ത വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കുമെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമുണ്ട്. കാൽനടക്കാർക്ക് അസൗകര്യമാകുന്ന വിധത്തിൽ വഴിവക്കിലും ഫുട്പാത്തിലുമുള്ള പാർക്കിങ്ങും കച്ചവടവും പൂർണ്ണമായും നിരോധിക്കും. TB ജംഗ്ഷൻ മുതൽ നെല്ലിപ്പള്ളി വരെയുള്ള പ്രദേശത്ത് വാഹനങ്ങൾ വേഗത കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശമുണ്ട്. ഐക്കരക്കോണം ഭാഗത്തേക്ക് തിരിയുന്ന റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുനലൂർ നഗരസഭയിൽ ചേർന്ന ട്രാഫിക് കമ്മിറ്റി യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷൻ R രഞ്ജിത്ത്, CPI മണ്ഡലം സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ VP ഉണ്ണികൃഷ്ണൻ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ ബിനോയ് രാജൻ, പുനലൂർ CI മുരളീകൃഷ്ണൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S ഷിബു, നഗരസഭയുടെ മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി ജീവനക്കാർ,
KSRTC ഉദ്യോഗസ്ഥർ, KSEB ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഡ്രൈവേഴ്സ് യൂണിയൻ അംഗങ്ങൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.